ഒരു വെറൈറ്റി മത്തങ്ങ കറി ഉണ്ടാക്കിയാലോ? നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള. ഇതിന്റെ പേരും മറ്റു ഡീറ്റെയിൽസും ഞാൻ അവസാനം പറയാം കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങ അരയ്ക്കുന്നില്ല, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നുമില്ല. ഒരു സാത്വിക് ഫുഡാണേ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട് 400 ഗ്രാം. ഒരു 5-6 പേർക്കുള്ള അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന്റെ തോല് കളയാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാനൊരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പ്രഷർ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ. കുറച്ച് എണ്ണ വേണം ഈ ഒരു കറിക്ക്, നല്ല ടേസ്റ്റ് ആവും. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഇവിടെ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് 1.5 ടീസ്പൂൺ, ഉലുവ ഒരു 1/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ജീരകം 1 ടീസ്പൂൺ, എള്ള് 1/4 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ. ഇത്രയാണ്. ഇത് പെട്ടെന്ന് പൊട്ടി വരുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. ജീരകങ്ങളും എള്ളും പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും നമ്മളൊന്ന് ചതച്ചെടുത്ത ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ, പച്ചമല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് പച്ചമല്ലിയുടെ നിറം ഒന്ന് മാറുന്നത് വരെ, അതിന്റെ പച്ചപ്പ് പോകുന്നത് വരെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇത് മല്ലി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം എടുത്ത് അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ വറ്റൽമുളക് ഒരു 5-6 എണ്ണം, ചെറുതായതുകൊണ്ടാണ് 5-6 എണ്ണം എടുത്തത്. 3 സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ ഒന്ന് 10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച മത്തന്റെ കഷ്ണങ്ങളാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്കമുന്തിരി ഒരു 20 എണ്ണം. ഇത് എന്തൊക്കെയാ ചേർക്കുന്നതല്ലേ, ഈ കറി ഇങ്ങനെയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നോർമലി ഈ കറി കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്യാം. ഒന്ന് സ്ലോ കുക്കിംഗ്, അടപ്പടച്ച് വെച്ച് ഇളം തീയിൽ 10-15 മിനിറ്റ് നേരം എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ഒരേ ഒരു വിസിൽ. എളുപ്പം ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവാം. ഞാൻ ഇന്ന് സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല പകുതി വേഗമാവുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത്. കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ചേർക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നില്ല കേട്ടോ, സോറി. ഇതായിപ്പോ ഒരു 14 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്നിട്ടുണ്ട്. മത്തന്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചുവന്ന മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർക്കണം. കൂടെ ചതച്ച മുളക് 1 ടീസ്പൂണും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് കിട്ടും. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം, പൊടികളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ പൊടികളുടെ കുക്കായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ നമുക്കിപ്പൊ കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളം. ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ശർക്കര ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഉടയാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് തുറന്നു വെച്ച് തിളപ്പിക്കണം. അത് പുളി വെന്ത് കിട്ടാനുള്ള ടൈമാണ് കേട്ടോ ഇത്. കറി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഇതപ്പം നമ്മുടെ കറി 1 മിനിറ്റ് നേരമായിട്ട് തിളയ്ക്കുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ കറിയുടെ പേരറിയണ്ടേ? ഭണ്ഡാരെ വാലെ കദ്ദു. കദ്ദു എന്ന് പറഞ്ഞാൽ മത്തനാണ്. ഭണ്ഡാരെ വാല എന്ന് എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ അന്നദാനമൊക്കെ നടത്തില്ലേ, ഉത്സവത്തിനോടനുബന്ധിച്ചോ അല്ലാതെയോ ഒക്കെ. അതുപോലെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് അവര് ഉത്സവത്തിനോടോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ മറ്റു പരിപാടികളോടോ അനുബന്ധിച്ച് വിളമ്പുന്ന കറികളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇതില് വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ചേർക്കാത്തത്. മാത്രമല്ല ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് മധുരമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.